ഡിസംബർ 11 ആഗമനകാലത്തിൻ്റെ 2-ാം വാരത്തിലെ വ്യാഴാഴ്ച. മത്തായി 11 മുതൽ 15 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ സ്നാപക യോഹന്നാനെ ഏറ്റവും ശക്തമായ വാക്കുകളിൽ പ്രശംസിക്കുന്നു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ആരും ഇല്ല. എന്നിരുന്നാലും പിന്നീട് കർത്താവ് പറയുന്നത് സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാണ് എന്നാണ്. നമ്മിൽ ഏറ്റവും ചെറിയവൻ ആരാണ്? നമ്മുടെ ലോകത്തിലോ പട്ടണത്തിലോ നഗരത്തിലോ കുടുംബത്തിലോ ഏറ്റവും ചെറിയവൻ ആരാണ്? ഈ ചെറിയവരെ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നുണ്ടോ? അതോ അവർ നമ്മുടെ ജീവിതത്തിൻ്റെ വെറും പശ്ചാത്തലം മാത്രമാണോ? സുവിശേഷത്തിലുടനീളം യേശു നഷ്ടപ്പെട്ടവരെയും ഏറ്റവും ചെറിയവരെയും കാണുന്നു. അവൻ ഇവരെ കാണുക മാത്രമല്ല, ശ്രദ്ധാലുവും അവരുടെ മുമ്പിൽ സന്നിഹിതനുമാണ്. അവൻ അവർക്ക് തൻ്റെ പൂർണ്ണ ശ്രദ്ധയും കരുതലും നൽകുന്നു. നമ്മുടെ ലോകത്തിലെ ഏറ്റവും ചെറിയവരെ കാണുന്ന കണ്ണുകളും ഹൃദയങ്ങളും നമുക്കുണ്ടായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. നമ്മൾ അവരെ അന്വേഷിക്കുന്നുണ്ടോ? നമ്മൾ അവരോട് ശ്രദ്ധാലുക്കളാണോ? ഏതെങ്കിലും വിധത്തിൽ അവരെ നമ്മൾ സഹായിക്കുന്നുണ്ടോ? ഇന്ന് നമുക്ക് ദരിദ്രരെയും കുഞ്ഞുങ്ങളെയും ഏറ്റവും ചെറിയവരെയും യഥാർത്ഥത്തിൽ കാണാനും അവരെ സഹായിക്കാനുള്ള മനസ്സും കണ്ണും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തോട് കരുണ എന്ന ദാനം നൽകി നമ്മെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും വിധത്തിൽ അവരെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ഒരു വ്യക്തിയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുകയോ അവരെ യഥാർത്ഥത്തിൽ കാണുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അവരെ സഹായിക്കുകയോ ചെയ്യുന്നത് അത് മതി. വളരെ ലളിതമായൊരു പ്രവൃത്തി. നമുക്കിത് നിസ്സാരമായി തോന്നിയേക്കാം. എന്നിരുന്നാലും അത് സ്വീകരിക്കുന്ന ആൾക്ക് അതൊരു വലിയ ദാനമായിരിക്കാം. രക്ഷകന്റെ വരവിനായി ഒരുങ്ങാൻ അനുതാപം ആവശ്യമാണെന്ന് യോഹന്നാൻ പ്രസംഗിച്ചു. അനുതപിക്കുക എന്നാൽ പാപത്തിൽ നിന്ന് പിന്തിരിയാനും ദൈവത്തിലേക്ക് മടങ്ങാനുമുള്ള ആഹ്വാനത്തോട് സ്നേഹത്തോടെ പ്രതികരിക്കുക എന്നതാണ്. ഈ ആഗമനകാലം അനുദപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ദൈവവചനത്തിനനുസൃതമായി യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടതിൻ്റെയും രാജ്യത്തിലെ ഏറ്റവും ചെറിയവരെ പരിപാലിക്കുന്നതിനും നഷ്ടപ്പെട്ട ആത്മാക്കളെ അന്വേഷിച്ച് അവരെ വീണ്ടും കൂട്ടത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.